ഹായ്, യെസ്, ഹലോ. ആക്ച്വലി ഈ ഒരു വീഡിയോ ശരിക്കും ചുമ്മാ വെറുതെ ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. ബേസിക്കലി എന്താണ്, യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. റൈറ്റ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ, അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്ത് 9th അപ്പം അതിനുശേഷം വെറും 2 വീഡിയോ മാത്രമേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബേസിക്കലി ഞാനിപ്പം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ എനിക്കുണ്ടായി, തീർച്ചയായിട്ടും ഉണ്ടായി. ഇതെന്താണ്, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രൂ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉണ്ടായി. റൈറ്റ്. അപ്പം ഇപ്പം കുറേ ഒരു ഗ്യാപ്പ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം വർക്ക് റിലേറ്റഡ് കുറച്ചധികം തിരക്കിലായിരുന്നു. കുറച്ച് ടൈം അവിടെ നീഡായിട്ട് വന്നു, കുറച്ച് നല്ലധികം ടൈം. സോ അപ്പോൾ അതുകൊണ്ട് വർക്ക് റിലേറ്റഡ് കുറച്ച് ബിസി ആയതുകൊണ്ട് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതും വീഡിയോ ഒന്നും അധികം പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതും. യെസ്. അപ്പോൾ അത് വലിയൊരു ഗ്യാപ്പായിട്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് എന്താണ്, എനിക്കിങ്ങനെ, അതായത് ബേസിക്കലി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തതിന് ശേഷം റൈറ്റ്, വലിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതും ഇത് പോസ്റ്റ് ചെയ്യുന്നതും. റൈറ്റ്. അപ്പം യെസ്, അതായത് വലിയൊരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെയും ഇനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, നമ്മൾ പല തോട്ട്സ് ആയിരിക്കും. അപ്പോൾ അത് വരാണ്ടിരിക്കാനും ജസ്റ്റ് ടു ബി ദയർ, എൻ്റെ ഒരു പ്രസൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. യെസ്. അപ്പം ഇപ്പോഴും അതായത് ത്രൂ ഔട്ട് ദ ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, October 9th വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തോട്ട്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായി. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പല തോട്ട്സും വരാറുണ്ട്. റൈറ്റ്. അപ്പം എന്ത് കണ്ടന്റ് സംസാരിക്കണം, എന്തായിരിക്കണം ചെയ്യണം, അപ്പം ഈ വരുന്ന തോട്ട്സൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. റൈറ്റ്. അപ്പോൾ ഇപ്പോഴും എനിക്കൊരു നീഷ്, എൻ്റെ ഏത് നീഷാണ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഡു ഐ ഹാവ് എനി പെർട്ടിക്കുലർ നീഷ് ടു ടോക്ക്, അങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം ഈ പറഞ്ഞല്ലോ, അപ്പം റാൻഡം വരുന്ന തോട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ്. ഹോപ്പ്ഫുള്ളി വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഓൺ ദ കമ്മിങ് വീഡിയോസ്. റൈറ്റ്. അപ്പം ആ ഒരു ജേർണിയിൽ, ആ ഒരു പാത്തിൽ ലെറ്റ്സ് ഡിസ്കവർ എന്തായിരിക്കും നമ്മുടെ നീഷ് എന്നുള്ളത്. റൈറ്റ്. അപ്പം യെസ്, അപ്പം അത് തന്നെ, അത്ര തന്നെ ഉള്ളൂ പറയാൻ. ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ദ പ്രസൻസ് ചാനലിൽ. അപ്പം അതുകൊണ്ട് മാത്രം എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. യെസ്, സോറി, കീപ് സപ്പോർട്ടിങ്. യെസ്. ഓക്കെ ഗൈസ്, ബൈ.